കാറ്റിൽ പറന്ന കന്യകയേ, രുധിരം തൂകാതെ സാക്ഷിയായവളേ, തിരുമകനരികെ തിരുക്കുരിശുള്ളിൽ വഹിച്ചു നിത്യം നീങ്ങി സാക്ഷിയായി. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ളവനെ, വെളിപാട് 2:3 തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. പണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവനായിരുന്നു. 10 വട്ടം ആത്മഹത്യ ചെയ്യേണ്ടവരായിരുന്നു. തോറ്റമ്പി കുനിഞ്ഞ് പരാജയം സംബന്ധിച്ച് തോറ്റോടി മറയേണ്ടവനായിരുന്നു. പക്ഷേ ക്ഷമാപൂർവം, കരുത്തോടെ ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നീ നേടി. നീ പ്രാർത്ഥിച്ച് നേടിയത് കനകമല്ല, സ്വർണമല്ല, പവിഴമല്ല, സമ്പത്തല്ല, പുഷ്യരാഗമല്ല. പിന്നെയോ ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത്, അത് നീ ആർജിച്ചു. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും തളരാതെ, താഴാതെ, കുഴയാതെ, വീഴാതെ, ഒഴിഞ്ഞു പോകാതെ നീ ഒരു പടപ്പുറപ്പാടിനിറങ്ങി. ആ പടപ്പുറപ്പാട് തന്നെയാണ് നിന്റെ ഭാഗ്യം. നിന്റെ വിജയം നിന്റെ മഹാ നേട്ടങ്ങളല്ല. നീ പോരാടി നിന്നു. പോരാട്ടത്താൽ നീ രക്ഷിക്കപ്പെടുകയും ചെയ്യും. മാതാവിൻ തിരുരഹസ്യങ്ങൾ സഭയുടെ നന്മയ്ക്കുതകാനായി സിനിമാ വേദിയിലെത്തിക്കാൻ നാഥാ കൃപ നീ ചൊരിയണമേ. വലിയ സന്തോഷത്തോടെ ഒരു കാര്യം വീണ്ടും പരിചയപ്പെടുത്തട്ടെ. 60 വയസ്സിന് മുകളിലുള്ള അനേകം പേർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ, കൃപയിൽ ഉറപ്പിക്കാൻ അഭിഷേകം നൽകിയ ധ്യാനമാണ് ചങ്ങനാശ്ശേരി സിയോൻ ധ്യാന കേന്ദ്രത്തിലെ ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം. ഇനി ആ ധ്യാനം വരുന്നത് സെപ്റ്റംബർ 8, 9, 10, 11 തീയതികളിലാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ മാസം വീണ്ടും ജീവിതത്തെ ശക്തിപ്പെടുത്താനും വചനത്താൽ നിറയ്ക്കാനും ദൈവം ഒരുക്കുന്ന അപൂർവ അവസരമാണ്. കേരളത്തിൽ ഇതുപോലെ അവസരം മറ്റൊരിടത്തില്ല. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വന്ന് ഒരുമിച്ച് വസിച്ച് സന്തോഷിച്ച് പ്രാർത്ഥിച്ച് പങ്കുവെച്ച് ശക്തിപ്പെട്ടു പോകാൻ ദൈവം ഒരുക്കുന്ന ധ്യാനം. ഈ മഹനീയ അവസരം മക്കൾ അപ്പനും അമ്മയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും സമ്മോഹനമായ സമ്മാനമാണ്. അങ്ങനെ അനേകം മക്കൾ പറഞ്ഞിട്ട് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഏകദേശം 1000ഓളം മക്കൾ കഴിഞ്ഞ 13 ധ്യാനങ്ങളിലൂടെ കടന്നുപോയി. ഈ സുവർണ അവസരം മാതാപിതാക്കന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പരമമായ സമ്മാനം. അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കുന്ന, എല്ലാ വിധത്തിലും അവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ധ്യാനം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം. വിളിച്ച് ബുക്ക് ചെയ്യണം. കാരണം താമസ സൗകര്യം ഒരുക്കി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനാണ്.